ചേച്ചി, ഒരു സ്ത്രീയുടെ പേരിനൊപ്പം ഒരു പുരുഷന്റെ പേര് വേണമോ? ഇപ്പോൾ സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക്, എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിലും ഒരു ഒരു വിഭാഗം പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മളൊരു 60% പെൺകുട്ടികൾക്ക് പേരിനൊപ്പം അച്ഛന്റെ പേര് ചെറുപ്പത്തിൽ ചേർക്കും. പിന്നീട് വിവാഹം കഴിയുമ്പോൾ ഭർത്താവിന്റെ പേര് ചേർക്കും. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ വേർപിരിയുകയാണെങ്കിൽ വീണ്ടും ചിലർ ആ പഴയ പേരിലേക്ക്, അച്ഛന്റെ പേര് ഒപ്പം ചേർത്തുള്ള പഴയ പേരിലേക്ക്, അല്ലെങ്കിൽ അച്ഛന്റെ പേരുമില്ല ഭർത്താവിന്റെ പേരുമില്ലാത്ത പഴയ ഒരു പേരിലേക്ക് പോകും. അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് പേരിനൊപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛന്റെ പേര് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ, ഒരു പുരുഷന്റെ പേര് എന്തിനാണ് ചേർക്കുന്നത്? അച്ഛന്റെയോ ഭർത്താവിന്റെയോ എന്നുള്ളതല്ല, ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ പേരിനൊപ്പം പോലും പുരുഷന്റെ പേര് ചേർക്കുന്നത് കൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അത് പണ്ട് മുതലേ പുരുഷ മേധാവിത്വ സമൂഹമായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു രീതി. അതിപ്പോഴും ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ബാബ കല്യാണി സിനിമ ഓർമ്മയുണ്ടോ? അതില് മോഹൻലാലിന്റെ കഥാപാത്രം ബാബ കല്യാണി അമ്മയുടെ പേര് ചേർത്തു. അത് കേട്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്റെ കൂടെ PG പഠിച്ച ഒരു ഫ്രണ്ടിന്റെ പേര് അമൽ ബിന്ദു എന്നാണ്. അമ്മയുടെ പേരാണ് ഒപ്പം ചേർത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ പലരും അമ്മയുടെ പേര് ചേർക്കാറുണ്ട്, അമ്മയുടെ അച്ഛന്റെയും പേര് ചേർക്കുന്നവരുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ചേച്ചി ഒന്ന് ആലോചിച്ചു, വളരെ റെയർ ആയിട്ട് മാത്രമാണ് അമ്മയുടെ പേര് ഒപ്പം ചേർക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ ആദ്യം കുടുംബ പേരാണ് ഇങ്ങനെ ആൾക്കാരുടെ പേരിന്റെ ഒപ്പം ചേർക്കുമായിരുന്നത്. ഏത് കുടുംബത്തിൽ നിന്ന്, അതായത് വിദേശീയരുടെ സർനെയിം പോലെ ഇവിടെയും കുടുംബ പേര് ചേർത്തിട്ടാണ് ആൾക്കാർ, അത് സ്ത്രീയോ പുരുഷനോ ഒന്നും വ്യത്യാസമില്ലായിരുന്നു പണ്ട് കാലത്തൊക്കെ. ജാതിപ്പേര് ചേർക്കുക, കുടുംബ പേര് ചേർക്കുക, സ്ഥലപ്പേര് ചേർക്കുക, ഇങ്ങനെ കുറെ കീഴ്വഴക്കങ്ങളുണ്ട്. പക്ഷെ പണ്ട് കാലം മുതലേ തന്നെ പെൺകുട്ടികളുടെ പേരിന്റെ മുന്നിൽ അച്ഛന്റെ പേര് ചേർക്കുകയും കല്യാണം കഴിയുമ്പോഴേക്കും അത് മാറ്റിയിട്ട് ഭർത്താവിന്റെ പേര് ചേർക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായി വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് പൊതുവെ വലിയ പ്രചാരത്തിലല്ലാത്തത് ഇപ്പൊ വിവാഹമോചനമൊക്കെ വ്യാപകമായല്ലോ. താല്പര്യമില്ലെങ്കിൽ പിരിയാമെന്നുള്ളത്. പണ്ടൊക്കെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അത് ആലോചിക്കാൻ പോലും കഴിയില്ല. അയ്യോ, നമ്മുടെ കുടുംബത്തിൽ ആരും അങ്ങനെ ചെയ്യില്ല. അതായത് കല്യാണം കഴിച്ചാൽ അത് മരണം വരെ അത് അനുഭവിക്കുക എന്നുള്ളതാണ് എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നത്. കാരണം വിവാഹമോചനത്തെ കുറിച്ച് ആരും ചിന്തിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രോസസ്സ് അങ്ങ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ വ്യക്തിപരമായി എൻ്റെ പേരിടുമ്പോൾ, എൻ്റെ പേര് പ്രീതമോൾ എന്ന പേരിടുമ്പോൾ അച്ഛൻ്റെ പേര് കൂടെ ചേർക്കണോ? സ്കൂളിൽ ചേർക്കുമ്പം അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ, അപ്പോൾ അച്ഛൻ്റെ പേര് വിശ്വംഭരൻ, അപ്പോൾ അത് ചേർക്കണോ? പ്രീത വിശ്വം എന്ന് മതിയോ എന്നൊക്കെ ഇങ്ങനെ ഒരു സംസാരിച്ചപ്പോൾ അപ്പോഴമ്മ എന്നെ പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഇനി ഭർത്താവിൻ്റെ പേര് ചേർത്ത് അങ്ങനെ അച്ഛൻ്റെ പേരെടുത്ത് കളയാൻ വേണ്ടിയിട്ട് അവിടെ ചേർക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും കളയാൻ വേണ്ടി അച്ഛന്റെ പേര് ചേർക്കണ്ട എന്നല്ലേ പറഞ്ഞു? അതെ. പക്ഷെ അപ്പോഴേ കുറച്ച് അറിവാകുമ്പോൾ ഞാൻ വിചാരിച്ചത് അമ്മയുടെ പേര് ചേർക്കണമെന്ന്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചർച്ചയൊക്കെ വരുന്നതിനും ഈ ഫെമിനിസം എന്നോ അങ്ങനെയൊന്നും തിരിച്ചറിയാത്ത ആ ഒരു കാലത്തിൽ തന്നെ ഞാനിങ്ങനെ ആലോചിക്കും, എല്ലാവരും അച്ഛന്റെ പേര് വെക്കുന്നു, അമ്മയുടെ പേര് വെച്ചാൽ പോരെ എന്നിങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് വേണ്ടി വന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും ഭർത്താവിനോട് പേര് വെക്കണോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് പേര് വെക്കണ്ട, സ്വന്തം പേരിൽ തന്നെ ഇരുന്നാൽ മതി, അങ്ങനെ മറ്റൊരാളുടെ പേരിന്റെ ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അത് ഓരോരുത്തരും വ്യക്തിപരമായ ഒരു തീരുമാനങ്ങളാണ്. പിന്നെ പൊതുവെ ആ അച്ഛന്റെ ഐഡന്റിറ്റിയിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഇത് ആരുടെ അങ്ങനെയല്ല. ഇപ്പൊ സൗപർണികയുടെ വീട് എവിടെയാ? തിരുവനന്തപുരം. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോഴായാലും എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലപ്പേര്, ചിലപ്പോൾ കുടുംബത്തിന്റെ പേര്, ആളെ തിരിച്ചറിയാനുള്ള ഇന്ന ആളുടെ മകൾ എന്ന് തിരിച്ചറിയാൻ വേണ്ടി. പണ്ടൊന്നും സ്ത്രീകൾ അത്രത്തോളം ആക്റ്റീവ് അല്ലല്ലോ. പിന്നെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് നമ്മുടേത് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ പേരിനേക്കാളും അച്ഛന്റെ പേര് ചേർക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കീഴ്വഴക്കം. അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം ഉണ്ടല്ലോ ചേച്ചി, ചെറുപ്പത്തിലാണല്ലോ പേരിടുന്നത്. ഇപ്പൊ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ വീട്ടുകാരിടുന്ന ഒരു പേരാണ്, പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം. പക്ഷെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ പേരിനൊപ്പം അച്ഛന്റെ പേര് ചേർക്കുകയും പിന്നീട് സാധാരണഗതിയിൽ ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾ അതിന് മുതിരില്ല. ശ്രദ്ധിച്ചാൽ മതി, എന്താ ഇനിയിപ്പോ വീട്ടിൽ അതൊരു പ്രശ്നമാക്കണ്ട എന്ന് വെച്ച് പലരും അത് പറയുകയാണെങ്കിൽ സ്വന്തം പേര് പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. എനിക്ക് എന്റെ പേര് കുറെ കാലം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. നല്ല വലുതായതിനു ശേഷം, അതായത് വയസ്സായതിനു ശേഷമാണ് പ്രീതമോൾ എന്ന പേരിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അച്ഛന്റെ അമ്മയുടെ പേര് അരുന്ധതി എന്നായിരുന്നു. ആ പേര് എനിക്ക് ഇടാത്ത എന്തെന്ന് ചോദിച്ചിട്ട് കാരണം ആരും അവരവരുടെ പേര് തീരുമാനിക്കുന്ന അവരവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേരിടുന്നതിൽ തീരുമാനമെടുക്കുന്നതെല്ലാം വീട്ടിലെ മുതിർന്നവർ തന്നെയാണ്. സ്വന്തമായിട്ട് നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ പേര്. അവിടെ മറ്റൊരു കാര്യം ഉണ്ടല്ലോ ചേച്ചി, ഇപ്പൊ ജനിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടിയെ നമുക്ക് എടുക്കാം. ഒരു പെൺകുട്ടിക്ക് പേരിടുന്നു, അച്ഛന്റെ പേരൊപ്പം ചേർക്കുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിയുമ്പോൾ എന്തിനാണ് ആ അച്ഛന്റെ പേര് മാറ്റി അവിടെ ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്? ഗാർഡിയന്റെ ആ പേര് മാറിയില്ലേ? അച്ഛനായിരുന്നു അതുവരെ രക്ഷകർത്താവ്, അത് കഴിഞ്ഞിട്ട് ഭർത്താവാണ് കസ്റ്റോഡിയൻ. ആ ഒരു അർത്ഥത്തിലാണ് അവരുടെ. അപ്പൊ ആരുടെ ഭാര്യയാണ്? ഐഡന്റിറ്റി എന്ന ഒരു രീതിക്കായിരിക്കാം ഇങ്ങനെ ഭർത്താവിന്റെയും അച്ഛന്റെയും ഒക്കെ പേരുകൾ ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അപേക്ഷാ ഫോം, അല്ലെ എന്തോ ആയിക്കോട്ടെ, ഒരു അപേക്ഷാ ഫോം എടുത്താൽ തന്നെ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് ഗാർഡിയൻ
നെയിം ഓഫ് പാരന്റ് എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, ഭർത്താവ് ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. ആണ്. അപ്പൊ അതില് അങ്ങനെയാണെങ്കിൽ അച്ഛൻ, അമ്മ, ഭർത്താവ്, അമ്മയുടെ പേര് എന്തുകൊണ്ട് ചേർക്കുന്നില്ല? അല്ല, അവിടെ അമ്മയുടെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഏതൊരു ഫോമിൽ രക്ഷകർത്താവിന്റെ പേര് ഫില്ല് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ അമ്മയുടെ പേര് ഫില്ല് ചെയ്യും. അല്ല, അതല്ല ഫോമിന്റെ കാര്യമല്ല ചേച്ചി ഞാൻ പറഞ്ഞത്. നമ്മൾ പേരിടുമ്പോ അച്ഛന്റെ പേരൊപ്പം ചേർക്കുന്നുണ്ട്. ഒരു സാധാരണഗതിയില്ല എന്ന് വെച്ചാല് പുരുഷ മേധാവിത്വ സമൂഹമായിരുന്ന കാലം മുതൽ നമ്മുടെ അച്ഛന്റെ പേര് ചേർക്കുന്നുണ്ട്. പക്ഷെ അമ്മയുടെ പേര് ചേർന്ന് വളരെ കുറവ്, വളരെ റെയർ ആയിട്ടാണ് അമ്മയുടെ പേര്. ഇതെല്ലാം വ്യക്തികൾക്ക് തീരുമാനിക്കാവുന്ന. ആരെങ്കിലും പറയുമോ ഇപ്പൊ വന്നിട്ട് ഇല്ല അമ്മയുടെ പേര് ചേർക്കാൻ പറ്റില്ല, അച്ഛന്റെ പേര് തന്നെ ചേർക്കണം എന്ന്? സൗവർണിക്ക് വേണമെങ്കിൽ സൗവർണിയുടെ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ചേർക്കാം. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? പറയില്ല. പക്ഷെ അങ്ങനെ ആരും പറയില്ല. അത് സ്വന്തമായി കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മാറ്റി ചേർക്കാം. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ കാര്യവും ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മളിപ്പോ പറയും ഈക്വൽ ആണ്, ആണും പെണ്ണും തുല്യരാണ്, തുല്യതയാണ് എന്ന് പറയുമ്പോ പോലും പുരുഷ മേധാവിത്വ സമൂഹമാണ് നമ്മുടേതെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പേരുകൾ പോലും. അല്ലെന്ന് പറയാൻ പറ്റുമോ? അത് ശരിയാണ്. ഇനി എത്രയെന്ന് പറഞ്ഞാലും ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹം തന്നെയാണ് ഈ നമ്മുടെ നാട്ടിൽ. എനിക്ക് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുകയും സീരീസുകൾ കാണുകയും ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന വിദേശത്തൊന്നും അങ്ങനെയല്ല, സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ വേറൊരു നാടിന്റെ കൾച്ചർ അറിയുന്നത് എങ്ങനെയാണ്? അവിടുത്തെ കലാരൂപങ്ങളിൽ നിന്നാണ്. ഇപ്പൊ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോഴായാലും സീരീസുകൾ കാണുമ്പോഴായാലും പല നാട്ടിലേലും അവിടെയും മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അത് ബയോളജിക്കലി അങ്ങനെയാണ്. ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ എങ്ങനെയാണ് സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിച്ച് വിദ്യാഭ്യാസം നേടി എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിക്കുകയും അവർ അതിനൊപ്പം എത്തുകയും ചെയ്തു തന്നെയല്ലേ സ്ത്രീകൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആണ്. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ സമൂഹം ഈക്വൽ ആണ് അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ ചേച്ചി നോക്ക്, പുരുഷന്മാരാണെങ്കിലും പറയും ഇപ്പൊ പുരുഷ മേധാവിത്വം ഒന്നുമില്ല. ഈ പറയുന്ന ആളിന്റെ ഉള്ളിൽ പോലും എന്തുണ്ട്? പുരുഷ മേധാവിത്വമുണ്ട്. പിന്നെ പലരും ചേച്ചി ശ്രദ്ധിച്ചാൽ മതി, ആൺകുട്ടികളടക്കം അല്ലെ പുരുഷന്മാര് പറയുന്നൊരു വാക്കാണ്, നീ വെറും പെണ്ണാണ്. അല്ല, നമ്മൾ തിരിച്ചത് പറഞ്ഞാ പോരെ? അല്ല, വെറും ആണാണ് അതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ പറയുന്നതിലല്ലേ അവരുടെ ഉള്ളിൽ അതില്ല, പുരുഷ മേധാവിത്വം ഇല്ല, പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്ന് പറയുമ്പോ പോലും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും അല്ലെങ്കിൽ ഒരു 60% ആൺകുട്ടികളുടെ ഉള്ളിലും പുരുഷന്മാരുടെ ഉള്ളിലും ഉണ്ട് പുരുഷ മേധാവിത്വ സമൂഹമാണ്, ഞങ്ങൾ എന്തോ വലിയവരും ഞങ്ങളിൽ താഴെയാണ് സ്ത്രീകൾ എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ കാലം മാറും തോറും അതെല്ലാം മാറി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയില് മാറ്റം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടോ ഉണ്ടാവേണ്ടതല്ല, ഉണ്ടാവുകയും ഇല്ല അതങ്ങനെ. അപ്പോൾ ഇപ്പൊ കാലം മാറുന്നതനുസരിച്ച് ആണ് പെണ്ണ് എന്നൊരു വ്യത്യാസം ഒരിടത്തും ഇല്ല. ഇപ്പൊ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ മെയിൽ വാർഡിൽ അവിടെ അഡ്മിറ്റായി ഉള്ള സമയത്ത് അവിടെ ബാത്റൂം ഒന്നായിരുന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരേ ഒരു ബാത്റൂം ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. പലരും ഇങ്ങനെ അതെങ്ങനെ ശരിയാവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ഒരു ബാത്റൂം ആയാൽ അതെങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത്. സ്ത്രീ പുരുഷ ലിംഗ വിവേചനമില്ലാതെ ബാത്റൂം ഉപയോഗിക്കട്ടെ. അപ്പൊ പിന്നെ സ്ത്രീകളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി എന്നൊരു സംഭവം അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഒളിക്കും തോറും അല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെംപ്ടേഷൻ വരുള്ളൂ. അവിടെ ഒളിക്കേണ്ടെന്ന് കാര്യമില്ല. എല്ലാവരും ഒരേപോലെ പോകുമ്പോൾ അവിടെ പിന്നെ അങ്ങനെ ഒരു താല്പര്യവും ആർക്കും തോന്നില്ല. എല്ലാവരും ഒരുപോലെ പോകുന്നു, ഒരുപോലെ വരുന്നു. അപ്പൊ അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പൊ അത് അങ്ങനെ സ്വയമേ മാറിക്കൊണ്ടിരിക്കും. അത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ഉണ്ട് എങ്കിൽ അതൊക്കെ ജന്മന വരുന്നതാണ്. ഈ മനുഷ്യർ നമ്മുടെ ജീനിൽ തന്നെ ഉള്ളതാണ് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ മനസ്സുകൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എനിക്ക് പണ്ട് ഈ പൊരിച്ചമീൻ കേസൊക്കെ വന്ന അത് വെച്ച് പറയാണ്, എന്റെ വീട്ടിലൊക്കെ ഭക്ഷണത്തിൽ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിലെല്ലാം പ്രയോറിറ്റി എനിക്കായിരുന്നു. എല്ലാ കാര്യത്തിലും പ്രയോറിറ്റി എനിക്ക് തരുമായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇളയതാണ് 2 ആൺകുട്ടികളായിരുന്നു. അപ്പൊ ഈ സ്വാഭാവികമായി പ്രകൃത്യാലുള്ള ഒരു പുരുഷ മേധാവിത്വം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ ഉള്ളിൽ ഞാൻ ആരുടെ അടിമയല്ല എന്ന ചിന്ത അവിടെ ആരും അടിമയാക്കുന്നില്ല. എന്നാൽ പോലും ഒരു ചായ കുടിച്ച ഗ്ലാസ് കൊണ്ട് കഴുകി വെക്കുന്നതിൽ ഉൾപ്പെടെ അതിൽ നിന്ന് തുടങ്ങുന്നു ഫെമിനിസവും പുരുഷ മേധാവിത്വവും തമ്മിലുള്ള ഒരു പോരാട്ടം. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടി ഫെമിനിസം പഠിക്കുന്നത് അവളുടെ വീട്ടിൽ നിന്നായിരിക്കും. വീട്ടിൽ നിന്ന് തന്നെയാണ് അവൾ ഫെമിനി ആകുന്നത്. അല്ലെങ്കിൽ ഇവളൊരു ഫെമിനിച്ചിയാണ് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ, സഹോദരൻ, അടുത്ത പുരുഷ സുഹൃത്തുക്കളെല്ലാം ആയിരിക്കും അവളെ ഒരു ഫെമിനിച്ചി ആക്കുന്നത്. ദീപാവലിക്ക് മറ്റേ പടക്കങ്ങൾ വാങ്ങിക്കൊണ്ടുവരില്ലേ? അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്. എന്റെ അച്ഛൻ 2 തോക്ക് വാങ്ങിച്ചിട്ട് വരും.
ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു പണ്ട്. എല്ലാ ദീപാവലിക്കും ഞാൻ വീട്ടിൽ വഴക്കുണ്ട്. എന്നാലും അടുത്ത ദീപാവലിക്ക് വീണ്ടും 2 തോക്കി. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ തോക്ക് വെച്ച് വെടിവെച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച് വഴക്കം ഉണ്ടാക്കും. ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരു പടക്കം തൊടില്ലായിരുന്നു. എനിക്ക് വേണ്ട, തോക്കില്ലെങ്കിൽ എനിക്ക് പടക്കം വേണ്ട എന്ന് പറഞ്ഞ് അന്ന് മുഴുവൻ പിണങ്ങി നിൽക്കുമായിരുന്നു. അവിടെയാണ് ഫെമിനിസം. അല്ലാതെ ഇപ്പൊ ഒരു ഫെമിനിസ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർ ഫെമിനിസത്തിന് ഒരു എന്താണ് ഒരു രൂപം കൊടുത്തു വെച്ചിട്ടുണ്ട്. വട്ടപ്പൊട്ട്, അങ്ങനെ കണ്ണട, അങ്ങനെ ഒരു അതല്ല ഫെമിനിസം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു പുരുഷ വിദ്വേഷമല്ല. ഇപ്പം ഒരു പുരുഷൻ ഇപ്പം എന്നോട് മോശമായി പെരുമാറി, ആ പുരുഷനോട് എനിക്ക് ദേഷ്യമുണ്ട്, അത് പുരുഷന്മാരെ മുഴുവൻ ദേഷ്യം തോന്നാനുള്ള ഒരു കാരണമല്ല. സ്ത്രീകൾ എല്ലാവരും പുണ്യാളത്തികളാണോ? അല്ല. ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളുണ്ട്. അപ്പൊ ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രകൃത്യാലുള്ള ആ ഒരു വ്യത്യാസം, സ്ത്രീയും പുരുഷനും, ഒരു പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ എല്ലാ സൊസൈറ്റിയിലും ആ DNA പരമായി തന്നെ ഉള്ളൊരു സാധനമാണ്. ഇപ്പൊ കാലങ്ങളായി അനുവർത്തിച്ചു വന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെ അതിജീവിച്ച് സ്ത്രീകൾക്ക് ഉയർന്നു വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോ പലരും വ്യാഖ്യാനിക്കുന്നത് രൂപം കണ്ടും വേഷം കണ്ടും പുരുഷ വിദ്വേഷത്തിനെയാണ് ഫെമിനിസം എന്നൊരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല ഫെമിനിസം. അത് തെറ്റായ ധാരണയാണ്. ഇപ്പൊ ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. ഇപ്പൊ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. അതിന്റെ ഒരു കറുത്ത വശം ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് പുരുഷന്മാർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പൊതു ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ കുറച്ച് ചെറിയൊരു വിഭാഗമെങ്കിലും സ്ത്രീകളെ അവർക്ക് അവൈലബിൾ ആക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സ്ത്രീ എഴുത്തുകൾ നടത്തുന്ന നിരവധി പുരുഷന്മാർ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും, സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതെ. പക്ഷെ ഇപ്പോ പലരും അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു വരും, പക്ഷെ മനസ്സിലിരിപ്പ് വേറെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഇപ്പോൾ പെണ്ണുങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ആരും ഒന്നും ചെയ്യണ്ട. ഇപ്പോ ഒരു സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ആ സ്ത്രീ നീ ഒരു ഗ്രേഡ് കുറഞ്ഞവളാണ്, ഞാൻ പുരുഷനാണ് എന്ന ഒരു ഹുങ്ക് കാണിക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ എഴുത്തുകളിലൂടെയൊക്കെ പറഞ്ഞ് ആരെയും ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഇവിടെ ഫെമിനിസം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇപ്പൊ വന്ന ആൾക്കാർക്ക് ഫെമിനിസം എന്ന് പറയാൻ പോലും പേടിയാണ്. സ്ത്രീകൾക്ക് ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ വേറൊരു രീതിയിലാണ്, പുരുഷ വിദ്വേഷമുള്ളവരാണ് എന്ന് കരുതുമോ എന്നുള്ളൊരു ആശങ്കയാണ്. സൂഡോ ഫെമിനിസം എന്നതാണ് ഇപ്പൊ ആൾക്കാർക്ക് പരിചയമുള്ളത്. എല്ലാവരും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ മോശമായ കാര്യമാണ്. ഒരിക്കലും ഫെമിനിസം എന്ന് പറഞ്ഞാല് പുരുഷനെ ചവിട്ടി താത്താനോ പുരുഷനെ വെറുക്കാനോ ഉള്ളതല്ല. സ്ത്രീകൾക്ക് അവരവരുടെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നേറി നല്ലൊരു ജീവിതം നയിക്കാനുള്ള ആ ഒരു കാര്യത്തിനെയാണ് ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. പിന്നെ അപ്പൊ പറയും, സ്ത്രീകൾ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാൽ അവർ സ്വതന്ത്രരായി, അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. തോന്നുന്നുണ്ടോ അങ്ങനെ? ഇല്ല. അത് കാരണം ചില ആംഗിളിൽ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ അവിടെയും ഈ പറയുന്ന ഭർത്താവ്, ഇപ്പൊ കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടെങ്കിലും ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഭർത്താവ്. ശമ്പളം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ അച്ഛനാകട്ടെ ഭർത്താവാകട്ടെ, ഒരു പുരുഷൻ ഇപ്പൊ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ പോലും കൺട്രോൾ ചെയ്യുന്ന അവരായിരിക്കും. എന്നിട്ട് ചിലർ പറഞ്ഞ് ഞാൻ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം അല്ല, ഒരാൾ കൊടുത്തിട്ട് കിട്ടേണ്ട സാധനമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൾ സ്വതന്ത്രയായി പറന്നടക്കാം എന്നുള്ള ചിന്താഗതി നേരിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തമായി ജോലിയുണ്ട്, ആവശ്യത്തിനുള്ള വരുമാനമുണ്ട്, പക്ഷെ ആ പൈസ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവളുടെ ഭർത്താവായിരിക്കും. അപ്പൊ ആ സ്ത്രീക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടി, അവൾ സ്വതന്ത്രയാണ് എന്ന് പറയാൻ കഴിയുക? അത് പുരുഷന്മാര് പറയുന്നതല്ലേ അങ്ങനെ. എന്താണ്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ, പഠിച്ചു ജോലി കിട്ടി, നല്ലൊരു അല്ല, പൊതുവെ സ്ത്രീകളും എല്ലാവരും കരുതുന്നത് നല്ല വിദ്യാഭ്യാസം നേടണം, ജോലി നേടണം. എന്തിനാണ്? നാളെ ഒരു സമയം നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുമ്പാണത്. സ്വന്തമായി ജീവിക്കാൻ കഴിയണം. നമ്മളെ ഒരാൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അങ്ങനെയല്ല, കൺട്രോൾ ചെയ്യുന്നത് അത് വ്യക്തികളിൽ അധിഷ്ഠിതമാണ്. ഈ സ്ത്രീകൾ നമ്മുടെ ഒപ്പം, സ്ത്രീ പുരുഷൻ എന്നൊരു വ്യത്യാസമില്ലാതെ രണ്ടുപേരും ഒന്നിച്ചു പോകണം. ഈ ഹിന്ദു മിത്തനുസരിച്ച് എന്താണ്? പുരുഷനും പ്രകൃതിയും, അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ പുരുഷനും പ്രകൃതിയും ചേർന്നതാണ്. സ്ത്രീക്ക് സ്ത്രീയുടേതായ ശക്തിയുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. പുരുഷന് പുരുഷൻ്റെതായ ശക്തിയുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. ഇത് രണ്ടും ഈക്വലായി ചേരുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവ്. ഒരിക്കലും പുരുഷന്മാരില്ലാത്തൊരു ലോകമല്ല മനോഹരമായത്. സ്ത്രീയും പുരുഷനും ഒന്നിച്ചുള്ള ജീവിതമാണ് എന്നും മനോഹരം എന്ന് പറയുന്നത്.